കിഴങ്ങും മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 5 കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള 5 കിഴങ്ങാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ഞാൻ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഈ ഒരു സമയം കൊണ്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ശേഷം ഈ ഒരു കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 6 മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു പാനിലാണ്. അതുകൊണ്ടാണ് ഇത്രയും മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ചെറിയ സോസ് പാനൊക്കെ ആണെങ്കിൽ ഒരു 5 മുട്ട വെച്ചിട്ട് ഒരു 4 കിഴങ്ങൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 6 മുട്ട ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കിഴങ്ങിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അത് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്നും ക്രഷ് ചെയ്തെടുക്കരുത്. ഇതുപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു പാൻ തന്നെയാണ് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കിഴങ്ങിൻ്റെയും മുട്ടൻ്റെയും മിക്സ് ഉണ്ടല്ലോ, ഇതിൽ നിന്നൊരു പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലായിടത്തും ഫില്ല് ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചീസാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ സ്ലൈസ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ചീസ് ഇല്ലാതെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ചീസ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു മാവ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും ഫില്ല് ചെയ്യുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മല്ലിയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിലിട്ട് വെക്കണം കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പോളയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വേറൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം.
എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു സൈഡും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കിഴങ്ങും മുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടോടുകൂടി കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇത് ചീസൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്